പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുർബാനാനുഭവ ധ്യാനത്തിൻ്റെ 33-ാം ദിവസത്തേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കാം. ഈ 33 ദിവസം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. കുർബാനയുടെ 2ാം ഭാഗമായ വചന ശുശ്രൂഷയുടെ ആമുഖമായിട്ട് ത്രൈശുദ്ധ കീർത്തനം പരിപാവനനാമ സർവേശ, ആ ഗീതത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി നമ്മൾ വചനം കേൾക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അതിൻ്റെ ഒരുക്ക പ്രാർത്ഥന തന്നെ എത്ര മനോഹരമാണ്. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന ആ പ്രാർത്ഥനയ്ക്കകത്ത് അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും, അത് 2ാമത്തെ പ്രാർത്ഥനയിലും വരുന്നുണ്ട്. ദൈവം കരുണയുള്ള ദൈവമാണെന്നുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. പ്രിയപ്പെട്ടവരെ, വളരെ വിശദീകരിച്ച് നമ്മൾ പഠിക്കേണ്ട ഈ വചന ശുശ്രൂഷയുടെ ഈ ഭാഗം ഞാൻ വിശദീകരിക്കുവാൻ ശ്രമിക്കും. പക്ഷേ അതിൻ്റെ വലിയ ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ആമുഖമായിട്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. അത് ഈ നമ്മൾ ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാരുടെ സംഭവം നാം വായിക്കുന്നുണ്ട്. 2 പേര് ജെറുസലേമിൽ നിന്നും എമ്മാവൂസിലേക്ക് യാത്ര ചെയ്ത് മ്ലാനവദനരായിരുന്നു, സങ്കടമുള്ളവരായിരുന്നു. ഈശോ കൂടെ സഞ്ചരിച്ചുകൊണ്ട് രക്ഷാചരിത്രം മുഴുവൻ അവർക്ക് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ ഗ്രാമത്തോട് അടുത്തു അവിടെ എത്തിയപ്പോൾ ഈശോ എന്തു ചെയ്തു? അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. ഇത് പരിശുദ്ധ കുർബാനയുടെ യഥാർത്ഥ പ്രതീകമായിട്ടാണ് ആത്മീയപിതാക്കന്മാരെ വ്യാഖ്യാനിക്കുന്നത്. അവിടെ വായിക്കുന്നൊരു കാര്യമുണ്ട്, അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. അപ്പോൾ കണ്ണ് തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ ഉൾക്കണ്ണുകൾ നമുക്ക് തുറന്നു കിട്ടുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം ഇതാണ്. തൊട്ടടുത്ത വാക്യം 32-ാം വാക്യത്തിൽ അവർ തന്നെ പറയുന്നുണ്ട്, അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുർബാന അനുഭവമായി മാറുവാനുള്ള അടിസ്ഥാനപരമായ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം നാം ധ്യാനിക്കണം. ഓരോ ദിവസവും കുർബാനയിൽ ലഭിക്കുന്ന വചനം ധ്യാനിച്ചാൽ മാത്രമേ നമുക്ക് കുർബാന അനുഭവമായി മാറുകയുള്ളൂ. സമൃദ്ധമായ പുൽത്തികടികളിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ പ്രശാന്തമായ ജലാശയത്തിൽ നിന്നും പാനം ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ വചനമാകുന്ന ഭക്ഷണം കഴിച്ച് ഹൃദയം ജ്വലിച്ചാൽ മാത്രമേ അപ്പത്തിൻ്റെ മേശയിൽ നിന്നും മുറിക്കപ്പെടുന്ന രക്ഷകനായ ഈശോയെ തിരിച്ചറിയാൻ നമ്മുടെ കണ്ണുകൾ തുറന്നു കിട്ടുകയുള്ളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഞാനത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. എല്ലാ ദിവസവും നമുക്കൊരു പക്ഷേ എല്ലാ ദിവസവും വചനം അച്ഛന്മാർക്ക് വ്യാഖ്യാനിക്കാനുള്ള അവസരം, സമയം ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തലേ ദിവസം തന്നെ ആ വായനകൾ ഒന്ന് ഓടിച്ച് നോക്കി അത് കുർബാനയിലേക്ക് വരുമ്പോൾ അത്രയേറെ അനുഭവം കിട്ടും. ഏറ്റവും ചുരുങ്ങിയത് അച്ഛൻ ശുശ്രൂഷ ലേഖനം വായിച്ച് അച്ഛൻ സുവിശേഷം വായിക്കുമ്പോൾ ഒരു നിമിഷം ഏതെങ്കിലും ഒരു വചനമെങ്കിലും നിങ്ങൾ ധ്യാനിക്കണം. കാരണം വചനത്തിൻ്റെ ശക്തി അനന്തമാണെന്നുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്കറിയാം, നമ്മുടെ സിറോ മലബാർ സഭയിലെ കുർബാനയിൽ 4 വായനകളുണ്ട്. ആദ്യം നിയമഗ്രന്ഥത്തിൽ നിന്നും, പഞ്ചഗ്രന്ഥിയിൽ നിന്നും ഒന്ന്, പിന്നെ പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നും ഒന്ന്. നിയമവും പ്രവാചകന്മാരും പഴയ നിയമത്തിൻ്റെ മുഴുവൻ സംഗ്രഹമാണെന്നുള്ളത് നമ്മൾ അറിയാം. അതിനുശേഷം നമ്മൾ ഈശോയെ കേൾക്കാൻ ഒരുക്കമായിട്ട് ലേഖനം കേൾക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വായിക്കുന്നതിന് ലേഖനം തൊട്ടു മുൻപ് ആലപിക്കുന്ന മനോഹരമായ ഒരു കീർത്തനമുണ്ട്, അമ്പരമനവരതം എന്നാരംഭിക്കുന്ന കീർത്തനം. സത്യത്തിൽ ഇതെത്ര മനോഹരമാണെന്നറിയാമോ? ആഘോഷമായ കുർബാനയിലെ നമ്മൾ ഇത്രയും 4 വായനകളുമൊക്കെ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ അനവരതം എന്ന് ആരംഭിക്കുന്ന ഗീതം 19-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 2-3 വചനങ്ങളാണ്. അത് അറിവിന് വേണ്ടി ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു, രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കുന്നില്ല, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും നിറയുന്നു. അപ്പോൾ ഈ ഗീതം ആലപിക്കുമ്പോൾ ഈ സങ്കീർത്തന വചനമാണ് അവിടെ ചേർത്തിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വരികയും ഈ പ്രപഞ്ചത്തോടൊപ്പം നമ്മളും സകലേശ്വരനെ സ്തുതിച്ചുകൊണ്ട് ലേഖനം കേൾക്കാനായിട്ട് ഒരുങ്ങുകയും ചെയ്യുകയാണ്.
അങ്ങനെ നമ്മളത് കേൾക്കുവാനായിട്ട് ഒരുക്കമായിട്ട് ആലപിക്കുന്ന ചൊല്ലുന്ന പ്രാർത്ഥന എത്ര മനോഹരമാണ്. സാധാരണ ദിവസങ്ങളിൽ സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും, അല്ലെങ്കിൽ ഞായറാഴ്ചകളിലും തിരുനാളുകളിലും ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. കണ്ടോ, എത്ര മനോഹരമാണ്. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ ദിവസവും കുർബാനയിൽ പങ്കെടുത്ത് വചനം കേട്ട് മുൻപോട്ട് പോകുമ്പോൾ അല്പം കൂടി സ്നേഹിക്കാൻ, അല്പം കൂടി ദൈവത്തിൽ ശരണപ്പെടാൻ, അല്പം കൂടി ഈ രക്ഷയിലേക്ക് നടന്നു വരുവാൻ ഈ വചനം നമ്മെ സഹായിക്കണം. ഇനി നമ്മളിവിടെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഇന്നും നമ്മുടെ മധ്യേ ജീവിക്കുന്ന ഉത്ഥിതനായ ആ മിശിഹ തന്നെയാണ് നമ്മോട് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കണം. അതായത് പഴയ നിയമവായനകൾക്ക് കേട്ടതിന് ശേഷം ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ലേഖനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. സുവിശേഷം വായിക്കുമ്പോൾ ഉത്ഥാനം ചെയ്ത ഇന്നും ജീവിക്കുന്ന ദൈവം തന്നെയാണ് നമ്മോട് സംസാരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അത് ജീവനുള്ള വചനമായിട്ട് നമ്മൾ പ്രിയപ്പെട്ടവരെ മാറുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ മഹത്വം തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അതിന് തൊട്ടു മുൻപ് രാസകുർബാനയിലൊക്കെ സകലേശ്വരനാം ദൈവം ഭൂവിനുടയോൻ, അതായത് എന്നാരംഭിക്കുന്ന ഗാനത്തിൻ്റെ അകത്ത് നിങ്ങൾ പരിശോധിക്കണം വേഗം. എന്താണ്? നിങ്ങൾ ശുചിയാക്കിയിടിൻ ഭൗതിക ചിന്താ സരണികളെല്ലാം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ ഭൂമിയിലെ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ ഓർക്കേണ്ടത്, മറിച്ച് നിങ്ങൾ ദൈവികമായ കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. ലേഖനം വായനയ്ക്ക് ശേഷം പിന്നെ എന്താണ്? നമ്മൾ സുവിശേഷം വായിക്കുവാൻ ഒരുക്കമായിട്ട് അച്ഛൻ വരുന്നു. അച്ഛൻ വരുമ്പോൾ മുഖം മറച്ചുകൊണ്ടാണ് വരുന്നത്. അത്ര ഹൃദയസ്പർശിയായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. എന്തുകൊണ്ടാണെന്നറിയാമോ? അച്ഛൻ്റെ മുഖമല്ല, മറിച്ച് വചനം വായിക്കുമ്പോൾ ഈശോ, ഉത്ഥാനം ചെയ്ത ഈശോ നമ്മോട് സംസാരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാളെ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളിൽ പലരും അത് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുമെങ്കിലും അച്ഛൻ മുഖം മറച്ച് വരുമ്പോൾ ഈശോയെ കേൾക്കാനായിട്ടുള്ള, ഈശോ തന്നെ എന്നോട് സംസാരിക്കുകയാണ് എന്നുള്ള ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് നിറയ്ക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ശ്രമിക്കാം. അച്ഛനെ ആശീർവദിക്കുമ്പോൾ എന്താണ്? സമാധാനം നിങ്ങളോടുകൂടെ. ഉടൻ നമ്മൾ മറുപടി പറയുന്നതാണ് അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ എന്ന് പറഞ്ഞാൽ ഉത്ഥാനം ചെയ്ത ഈശോയുടെ ആ സമാധാന ആശംസ തന്നെയാണ് ഓരോ ദിവസവും സുവിശേഷത്തിന് തൊട്ടു മുൻപ് നമുക്ക് കിട്ടുന്നത്. ഉത്ഥാനം ചെയ്ത ഈശോ അവരെ കണ്ടപ്പോൾ ആദ്യം ആശംസിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, കതകുകൾ അടച്ചിരിക്കെ അവൻ അവരുടെ മധ്യേ പ്രത്യക്ഷപ്പെട്ടു, സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറയുന്നുണ്ട്. ആ ഉത്ഥാനം ചെയ്ത ഈശോ ആശംസിച്ച അതേ സമാധാനം തന്നെയാണ് ഈ ഓരോ കുർബാനയിലും വൈദികൻ ആശംസിക്കുമ്പോൾ ലഭിക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് മറുപടി എന്താണ്? അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വൈദികന്റെ ഉള്ളിലുള്ള വൈദികനിലെ ആത്മാവിനെ കുറിച്ചല്ല, സോൾ എന്നുള്ള അർത്ഥത്തിലല്ല. വൈദികന്റെ ഉള്ളിലുള്ള ആ പൗരോഹിത്യത്തിലൂടെ വൈദികന്റെ ഉള്ളിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ ഞങ്ങളിതാ ഏറ്റുപറയുന്നു, അങ്ങയോടുകൂടെ അതുണ്ടാകട്ടെ. പുരോഹിതനിലുള്ള പൗരോഹിത്യത്തിൻ്റെ അരൂപിയാണ് അവിടെ സ്മരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയെ മനസ്സിൽ ദർശിച്ചുകൊണ്ട് ഈശോ സംസാരിക്കുന്ന ആ ഒരു തരത്തിൽ ഈ വചനത്തെ ശ്രവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. വചനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും തിരിച്ചറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ ആരെങ്കിലും രാസകുർബാനയിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ ഇത് നമ്മുടെ സന്തോഷത്തോടു കൂടിയാണ് ഹല്ലേലൂയ ഗീതം പാടി ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന ഗീതം ആലപിക്കുമ്പോൾ ഒരു സന്തോഷമാണ്, വചനം കേൾക്കാനുള്ള ഒരു സന്തോഷമാണ്. അതിനുശേഷം രാസകുർബാനയ്ക്കകത്ത് വ്യാഖ്യാന ഗീതം തുർഗാമ ചൊല്ലുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ രാസകുർബാനയുടെ ചെറിയ പുസ്തകം, ഇനി എന്ന് വന്ന് രാസകുർബാനയ്ക്ക് പോകാൻ പറ്റാത്തവർ എന്താണെന്ന് അറിയാമോ, അവിടെ വിശ്വാസികളെ കേൾപ്പിൽ നിന്ന് ആരംഭിക്കുന്ന ആ തുർഗാമയ്ക്കകത്ത് ഈ സദ്ഗ്രന്ഥം ജീവൻ നൽകും ഔഷധമല്ലോ. പിന്നീട് പറയുന്നുണ്ട്, സാത്താൻ ഈ ജീവൻ വചനം കേൾക്കിൽ ഒളിക്കും സാത്താൻ, ബാധകളേതും ഭീതിയോട് ഉടനെ ഒഴിവായിടും. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ സാത്താൻ ഓടി ഒളിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുപോവുകയാണ്. അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, മൃതര് ഈ ശബ്ദം കേൾക്കിൽ ജീവൻ നേടും സ്വർഗം പൂവും ചേലിൽ, ഇത് നിരസിക്കിൽ ജീവിപ്പവരും മൃതരായിത്തീരും.
പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഗീതം ആലപിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്: വിത്തു വിതയ്ക്കും നാഥൻ തിരുവചനത്തിൻ വിത്ത് വിതയ്ക്കാൻ വന്നു, വയലിന് പകരം ഹൃദയനിലങ്ങൾ നൽകുക നിങ്ങൾ. എപ്പോഴെങ്കിലും ഒരു രാസകുർബാനയിൽ പങ്കെടുക്കാൻ സൗകര്യം കിട്ടിയാൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നിങ്ങൾ മുടക്കരുത്. കാരണം രാസകുർബാനയ്ക്കകത്ത് അതിൻ്റെ പൂർണ്ണത നമുക്ക് കണ്ടെത്താൻ കഴിയും. ഞാൻ ഈ പറഞ്ഞ ഗീതങ്ങളൊക്കെ, ഞാനത് കുറച്ച് പേർക്ക് ബോറടിച്ച് കാണും, ആ ഗീതങ്ങളൊക്കെ രാസകുർബാന എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് നിങ്ങളോട് പങ്കുവെക്കുകയായിരുന്നു. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആ കുർബാനയുടെ ചെറിയ പുസ്തകം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്തു മറിച്ച് നോക്കുമ്പോൾ മുഴുവൻ നമുക്കത് തിരിച്ചറിയാൻ കഴിയും. അത്ര മനോഹരമായ ചിന്തകളാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ചിന്തകളോടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ സുവിശേഷ ഗീതം ആരംഭിക്കുമ്പോൾ ഓർക്കണം, വചനം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യാതെ നമുക്ക് കുർബാന സ്വീകരിക്കുമ്പോൾ അനുഭവം കിട്ടുകയില്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു. കണ്ണുകൾ തുറന്നു കിട്ടണമെങ്കിൽ വചനം ധ്യാനിച്ച് ഹൃദയം ജ്വലിക്കണം. ഹൃദയം ജ്വലിക്കുന്നവരുടെ കൂട്ടായ്മയായിട്ട് ഓരോ കമ്മ്യൂണിറ്റിയും, ഓരോ സന്യാസ ഭവനങ്ങളും, ഓരോ കുർബാനയിൽ പങ്കെടുക്കുന്ന ആ ഇടവക സമൂഹവും മാറുമ്പോൾ വചനം കേട്ട് ഹൃദയം ജ്വലിക്കുന്നവരുടെ സമൂഹത്തിൽ കർത്താവ് ഇതാ എഴുന്നള്ളി വന്ന് നമ്മുടെ കണ്ണുകൾ തുറന്നു കിട്ടും. കർത്താവേ, നാളെ മുതൽ ദൈവവചനം കേൾക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലൊരു ചലനമുണ്ടാക്കണമേ. കർത്താവേ, അങ്ങാണ് ഞങ്ങളോട് സംസാരിക്കുന്നതെന്ന് സുവിശേഷമെങ്കിലും ഓരോ ദിവസവും കേൾക്കുമ്പോൾ ഈശോ തന്നെയാണ്, ഉത്ഥാനം ചെയ്ത ഈശോ തന്നെയാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യം ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമേ. ആ വചനത്തിന് അത്രമാത്രം